നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തമിഴിൽ പിടിച്ചുവെച്ചാൽ പിള്ളയാർ എന്നൊരു പഴമൊഴിയുണ്ട്. പിള്ളയാർ എന്നാൽ ഗണപതി എന്നാണ് അർത്ഥം. ഈ ചൊല്ലിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് കല്ല്, മണ്ണ്, മഞ്ഞൾ എന്നിവ എന്തുമാകട്ടെ, അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ രൂപത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് പിടിച്ചു വെച്ചാൽ, ആ രൂപം സൃഷ്ടിച്ചെടുത്താൽ അത് ഗണപതിയായി എന്നാണ് വിശ്വാസം. അവിടെ ഗണപതി സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വിധത്തിൽ ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ ഉപയോഗിച്ച് ഗണപതിയെ ആ ദ്രവ്യം കൊണ്ട് കുഴച്ചു വെച്ച് പൂജിച്ചാൽ ഗണപതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും ആഗ്രഹിച്ച വരം ഗണപതി ഭഗവാൻ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ പൂജിക്കുന്നവരിൽ ഗണപതി ഭഗവാൻ കനിഞ്ഞരുളും. ഇത്തരത്തിൽ നമുക്ക് ഗണപതി ഭഗവാനെ പൂജ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ദ്രവ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലസിദ്ധിയുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത്തരത്തിൽ ഗണപതിയെ നമുക്ക് പൂജിക്കാവുന്നതാണ്. അതാത് ദ്രവ്യങ്ങളും നമ്മളുടെ ആഗ്രഹ സബലീകരണത്തിനുള്ള ഫലസിദ്ധിയുമാണ് ഈ വീഡിയോയിലൂടെ തുടർന്ന് പറയുന്നത്. മഞ്ഞൾ കൊണ്ടാണ് ഗണപതി ഭഗവാന്റെ രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് കാര്യസിദ്ധിയും സർവ്വ സൗഭാഗ്യവും ലഭിക്കുന്നതിന് സഹായിക്കും. ചൊവ്വാദോഷം മാറാനും വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധിക്കും ഒക്കെ ആയിട്ട് കുങ്കുമം വെച്ച് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് ഫലത്തെ നൽകും. രോഗശമനത്തിനും കൃഷി, കച്ചവടം എന്നിവ പുരോഗമിക്കുന്നതിനും പുറ്റുമണ്ണുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുന്നതിന് ഗണപതി ഭഗവാനെ ശർക്കര കൊണ്ട് നിർമ്മിച്ച് പ്രാർത്ഥിക്കുന്നത് ഫലസിദ്ധി നൽകും. ഉപ്പ് കൊണ്ടാണ് ഗണപതി ഭഗവാനെ രൂപപ്പെടുത്തിയെടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ശത്രുഭയം ഇല്ലാതാകുന്നതാണ്. ഏതു വിധത്തിലുള്ള കൂടോത്ര ദോഷങ്ങളാണെങ്കിലും ആഭിചാര ദോഷങ്ങളാകട്ടെ, വെള്ള എരിക്കുകൊണ്ട് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ അതില്ലാതാകുന്നതാണ്. കൂടാതെ വെള്ള എരിക്കുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുന്നതിനും സഹായിക്കും. ഉഷ്ണരോഗ ശമനത്തിനായിട്ട് നമുക്ക് വിഭൂതി കൊണ്ട് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. ചന്ദ്രൻ കൊണ്ടാകട്ടെ സന്താന സൗഭാഗ്യമാണ് ഫലസിദ്ധി. രോഗങ്ങൾ ശമിപ്പിക്കാനും തടസ്സം കൂടാതെ കാര്യങ്ങളെല്ലാം നടക്കാനും ചാണകം കൊണ്ട് ഗണപതി രൂപത്തെ നിർമ്മിച്ച് പ്രാർത്ഥിക്കുക. കുലമഹിമ ഉയരാനും കുലത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ഒക്കെ വാഴപ്പഴം കൊണ്ട് ഗണപതി രൂപത്തെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുക. കടങ്ങൾ തീരാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചസാര കൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുമുള്ള വിജയങ്ങൾക്കുമായിട്ട് നല്ല കല്ലുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കുക. ഉന്നത പദവികളൊക്കെ ലഭിക്കുന്നതിന് മണ്ണുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഓരോ ദ്രവ്യവും രൂപപ്പെടുത്തിയെടുത്ത് ഗണപതി രൂപത്തെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ഈ ആവശ്യങ്ങൾക്ക് ഫലസിദ്ധി നൽകുന്നതിന് സഹായിക്കും.